ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വണ്ണം കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ സൂപ്പാണ്. അതിന് മറ്റൊരു ഗുണം എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ കുറവ് മൂലമുള്ള നേത്രരോഗങ്ങളൊക്കെ തടയാനായിട്ടും അത് വരാതിരിക്കാനായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പാണ്. അപ്പം എനിക്ക് ഈ രണ്ട് കാര്യങ്ങളും വളരെയേറെ പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ്. കണ്ണുകളുടെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ വെയിറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണ്. നമുക്ക് ഇടനേരത്ത് നമ്മൾ മറ്റുള്ള സ്നാക്സൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സൂപ്പ് കഴിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മറ്റ് ഫുഡ്സ് കഴിക്കാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു ക്യാരറ്റ്, അതേപോലെ തന്നെ 2-3 ബീൻസും ഒരല്പം ക്യാബേജും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെക്കുകയാണ് ചെയ്യേണ്ടത്. ക്യാരറ്റൊക്കെ നമുക്കറിയാം വൈറ്റമിൻ എ ധാരാളമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേത്രരോഗങ്ങളൊക്കെ തടയാനായിട്ട് നമ്മൾ ക്യാരറ്റൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ക്യാരറ്റ് തൊലി ചെയ്യുകയും അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് നമ്മളിവിടെ അരിഞ്ഞു വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബീൻസും ക്യാബേജും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബീൻസിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിളർച്ചയെ പരിഹരിക്കാനായിട്ട് തടയാനായിട്ടൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ശരീരത്തിന് വേണ്ട ഊർജ്ജം ലഭിക്കാനായിട്ടും ധാരാളം നാരുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബീൻസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കണ്ണുകളുടെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആൻറ്റി ഓക്സിഡൻസുകൾ ഈ ബീൻസിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പതിവായിട്ടൊക്കെ നമ്മൾ ബീൻസ് കഴിക്കുന്നത് കണ്ണുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കലോറി കുറഞ്ഞ ക്യാബേജ് നമ്മൾ വണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സൂപ്പ് പോലുള്ള വിഭവങ്ങളിലൊക്കെ ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ സൂപ്പിനുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ 2 വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ഇത് നമ്മളൊന്ന് ചതച്ച് വേണം എടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ച് അതിലൊരൽപ്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും സൂപ്പർ. അതില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് അതും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതൊരൽപ്പം വാടി വരുമ്പോഴേക്കും നമുക്ക് 3 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ പച്ചക്കറികൾ കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളവും കൂടുതലായിട്ട് ചേർക്കുക. കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഓട്സ് പൊടിച്ചെടുക്കുകയാണ്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓട്സ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഓട്സിന് പകരം കോൺഫ്ലവർ ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഓട്സ് ചേർക്കുമ്പോൾ ഇത് വെള്ളം തിളച്ച് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് ഉടനെ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് പച്ചക്കറികളൊക്കെ ആവശ്യത്തിന് വെന്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ സൂപ്പ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ള കാര്യം കൂടി കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഉടനെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.